നമസ്കാരം. ഒരു സ്ഥലത്ത് ഒരമ്മയും അച്ഛനും അവർക്ക് നല്ല മിടുക്കിയും സുന്ദരിയായിട്ടുള്ള ഒരു മോളും ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചു പോണ സമയത്ത് മകൾക്കൊരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആയി. ആ സമയത്ത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. എന്ന് പറഞ്ഞാലോ വളരെ മാരകമായ ഒരസുഖം. അവർ ചികിത്സിക്കാവുന്ന രീതിയിലൊക്കെ ചികിത്സിച്ച് നോക്കി. പക്ഷെ അമ്മയുടെ അസുഖം ഒട്ടും കുറഞ്ഞില്ല. എന്ന് മാത്രമല്ല ദിവസവും കൂടി വരാൻ തുടങ്ങി. അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടേ. അമ്മയ്ക്ക് ഉറപ്പായി താൻ മരിച്ചു പോകുന്നു. അപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ മകൾക്ക് ആരും ഉണ്ടാവില്ല, അവളെ ഒന്ന് എങ്ങനെയെങ്കിലും സഹായിക്കണം. അതിന് വേണ്ടിയിട്ട് അമ്മ ഒരു ദിവസം മകളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മ ഏറെ താമസിയാതെ മരിച്ചു പോവും, മോൾക്ക് ഈ അമ്മ ഒരു നല്ല സമ്മാനം തരാം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് പാവക്കുട്ടി എടുത്തു കൊടുത്തു. ഒരു വിരലിനേക്കാൾ ലേശം കൂടി വലുപ്പമുള്ള ഒരു പാവക്കുട്ടി, നല്ല ഭംഗിയുള്ളൊരു പാവക്കുട്ടി. അതിൻ്റെ വായ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടുള്ളൊരു പാവക്കുട്ടി. വാന്ന് പിടിച്ചിട്ടല്ല, ചെറുതായിട്ടും തുറന്നിരിക്കണ വായുള്ളൊരു പാവക്കുട്ടി. ഒക്കെ ആ പാവക്കുട്ടിയെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു, മകളെ, ഇത് വെറൊരു പാവക്കുട്ടിയല്ല, ഇതിന് ചില മാന്ത്രിക ശക്തികളൊക്കെ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും അത്രയും അത്യാവശ്യം വരുമ്പോൾ, അത്രയും ആഗ്രഹം വരുമ്പോൾ, ഇതിൻ്റെ വായിൽ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം കൊടുത്തിട്ട് അതിനോട് ആവശ്യപ്പെട്ടാൽ അത് നിനക്ക് ചെയ്തു തരും. പക്ഷെ അത് വിചാരിച്ചിട്ട് നീ എപ്പോഴും അത് ഉപയോഗിക്കരുത്. അത്രയും അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ നീ അത് ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ശരി ആയിക്കോട്ടെ അമ്മേ എന്ന് പറഞ്ഞു. അവൾ ആ പാവക്കുട്ടിയെ വാങ്ങി സൂക്ഷിച്ചു വെച്ചു. മിക്കവാറും അവൾ അവളുടെ പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മയ്ക്ക് കൂടുതൽ വയ്യാതായി. അമ്മ മരിച്ചുപോയി. കുറച്ച് കാലമൊക്കെ ഈ അച്ഛനും മകളും മാത്രമായിട്ട് ജീവിച്ചു. അപ്പോൾ അച്ഛനിങ്ങനെ വിചാരിച്ചു, ഈശ്വര, തൻ്റെ മകൾക്കൊരമ്മയില്ല, അവൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ താനാണെച്ചാൽ പലപ്പോഴും യാത്രയിലാണ്, ഇവൾ തനിച്ചായി പോണു, അപ്പോൾ അവൾക്കൊരമ്മയെ വേണം എന്ന് അയാൾക്ക് തോന്നി. അതിനുവേണ്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ രണ്ടാമതൊരു വിവാഹത്തിന് വധുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. നടക്കാച്ചാൽ പലരോടും പറഞ്ഞു. അങ്ങനെ ശ്രമം തുടങ്ങി. അങ്ങനെ ശ്രമിച്ച് ഒരു വധുവിനെ കണ്ടെത്തി. ആ ഒരു സ്ത്രീക്ക് 2 പെൺമക്കളുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അപ്പോൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരോട് സംസാരിച്ചു, എനിക്കിങ്ങനൊരു മോളുണ്ട്, ആ മോളെ നിങ്ങൾ സ്വന്തം മകളായിട്ട് കണക്കാക്കി വളർത്തണം, ഞാൻ അതിനു വേണ്ടിയാണ് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, എനിക്കുണ്ടല്ലോ 2 പെൺകുട്ടികൾ, അവരുടെ കൂടെ അവരെപ്പോലെ ഒരാളായിട്ട് കണ്ട് ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു സ്ത്രീ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, സന്തോഷം, നിങ്ങളുടെ മക്കളെ 2 പേരും ഞാനും എൻ്റെ സ്വന്തം മക്കളായിട്ട് തന്നെ കണക്കാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു വന്നു. പക്ഷേ ഈ സ്ത്രീയുടെ മനസ്സിൽ ഈ കുട്ടിയെ അത്ര വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷെ അച്ഛനങ്ങനെയല്ല, 3 മക്കളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അച്ഛൻ എപ്പോഴും വീട്ടിൽ നിൽക്കാനൊന്നും പറ്റില്ല, അച്ഛൻ എപ്പോഴും യാത്രയിലാവും. ഈ അമ്മയാണെങ്കിലോ തൻ്റെ മക്കളെ ഒരു പണിയും ചെയ്യിക്കില്ല. പക്ഷേ ഈ കുട്ടിയെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യിക്കും. അവൾക്ക് എല്ലാ പണിയും, വീട്ട് അടിച്ചു വാരി തുടയ്ക്കുക, പാചകം ചെയ്യുക, തൊടിയിലെ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ നനയ്ക്കുക, അങ്ങനെ എല്ലാ പണിയും അവളെ കൊണ്ട് ചെയ്യിക്കും. പക്ഷെ അവൾക്ക് അതിനൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അവളതെല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്തു. അവൾ മരങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹിച്ചു. അവൾക്ക് എല്ലാത്തിനോടും സ്നേഹമായിരുന്നു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞുപോയി. മക്കളൊക്കെ വലുതായി തുടങ്ങി, പെൺകുട്ടികളൊക്കെ വലുതായി തുടങ്ങി, ചെറുപ്പക്കാരികളായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കേ.